ഒത്തിരി ഒന്നും പിന്നോട്ട് പോകണ്ട. 2 വർഷം മുമ്പ് വരെ ഇലക്ട്രിക് സ്കൂട്ടർ എന്നാൽ ആളുകളുടെ മനസ്സിലെത്തുക ഓലയായിരുന്നു. എന്നാൽ കഥയാകെ മാറി. ഇന്ന് ഓല എന്ന് പറഞ്ഞാൽ ആളുകൾ നെറ്റിച്ചുളിക്കും. അത്രത്തോളം മോശം അവസ്ഥയിലാണ് കമ്പനി. അത് ഓഹരി വിലയിലാണെങ്കിലും സ്കൂട്ടർ വിൽപ്പനയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഒക്ടോബർ ഡിസംബർ പാദത്തിൽ കമ്പനി വിറ്റത് വെറും 32,680 യൂണിറ്റുകളാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ പാദത്തിൽ 84,029 വാഹനങ്ങളാണ് ഓല നിരത്തിലിറക്കിയത്. മുട്ട വിരിയിച്ചെടുക്കും പോലെ വാഹനങ്ങൾ വിറ്റഴിച്ച കാലം തന്നെയാണ് കമ്പനിക്ക് പണി കൊടുത്തത്. വിൽപ്പനയിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ സേവനങ്ങൾ നന്നായി കൊടുക്കുന്നതിൽ കമ്പനിക്ക് മറവി പറ്റി. ഫലമോ റോഡരികിലും സർവീസ് സെന്ററുകളിലും കേടായ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. ഉപയോക്താക്കൾ രോഷാകുലരായി. 3-ാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം വെറും 470 കോടി രൂപ. നഷ്ടം വരുമാനത്തെ മറികടന്ന് 487 കോടി രൂപയായി. കഴിഞ്ഞ വർഷം 3-ാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം 1045 കോടി രൂപയായിരുന്നുവെന്ന് കൂടി ഓർക്കുക. ഓലയുടെ ഓഹരി വിലയും താഴുകയാണ്. ലിസ്റ്റ് ചെയ്തപ്പോൾ ഓഹരി ഒന്നിന് 76 രൂപയായിരുന്നു. പിന്നീട് 157 രൂപ വരെ ഉയർന്നു. എന്നാൽ ഇപ്പോൾ ഓഹരി വില 27 രൂപ മാത്രം. അത് 20 രൂപയിലേക്ക് ഇടിയുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഓലയുടെ ഫ്യൂച്ചർ എന്താകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.